ഹലോ നമസ്കാരം. ഇന്ന് ഐശ്വര്യമായിട്ട് നല്ലൊരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതി ആയിരുന്നു. അതുകൊണ്ട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. അപ്പോൾ എൻ്റെ അച്ചമ്മ പണ്ട് പറയുമായിരുന്നു, ഒരു വർഷത്തെ ഫലം നമുക്ക് വേണമെങ്കിൽ നമ്മൾ പച്ചരി, നാണയം, പുഷ്പങ്ങൾ എല്ലാം വെച്ച് വിളക്ക് കത്തിക്കുന്നത് നല്ല ഐശ്വര്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങളിതെല്ലാം വെച്ച് നല്ലൊരു കണിയൊക്കെ കണ്ടു. അതിനുശേഷം എല്ലാവരും എഴുന്നേറ്റു. ഇന്ന് നേരെ അമ്പലത്തിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പനപ്പെട്ടി ആശ്രമ ദേവി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത്. ഇവിടെ ദേവിയാണ് കുടികൊള്ളുന്നത്. അതുപോലെ മഹാദേവനും ഉണ്ട്. ദേവിക്കും മഹാദേവനും തുല്യ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഈ പനപ്പെട്ടി ആശ്രമ ദേവി ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പോയി നല്ല ഭംഗിയായിട്ട് തൊഴുതു. പക്ഷേ ഞങ്ങൾ വീഡിയോ അകത്ത് കയറ്റിയില്ല, കാരണം നമുക്ക് അറിയത്തില്ലല്ലോ ക്ഷേത്രത്തിനുള്ളിൽ എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ നല്ല മനോഹരമായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അടുത്ത ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അതായത് കേരളത്തിലെ 5 ശാസ്താ ക്ഷേത്രങ്ങളിലൊന്നായ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത്. 1-ാം തീയതി ആയത് കാരണം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വണ്ടി വർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഉള്ളിലോട്ട് പോയി. അപ്പോൾ ക്യൂ നിന്നായിരുന്നു ഇവിടെ തൊഴുന്നത്. ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നാണ് ഇവിടെ തൊഴുന്നത്. പിന്നീട് നമുക്ക് കുറേ വാനരന്മാരെ കാണാൻ പറ്റും. പക്ഷേ ഇന്ന് കുറച്ചേ ഉള്ളൂ. ഉൾക്കാട്ടി കയറിയിരിക്കുന്നതാണ്. ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ. ക്ഷേത്രത്തിൽ തൊഴുതിട്ടൊക്കെ വന്നപ്പോഴത്തേനും ഇവിടെ അന്നദാനം ഉണ്ടായിരുന്നു. പക്ഷേ കഴിക്കണമെന്നുണ്ടായിരുന്നു. ഭയങ്കര തിരക്ക് കാരണം കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ നല്ല മനോഹരമായ കുറേ മാടപ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടങ്ങനെ നിന്നു. പിന്നീട് ഞങ്ങൾ നേരെ വന്നത് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ പോരുവഴി പെരുവരുത്തി മലനട ക്ഷേത്രത്തിലാണ്. അവിടെ നന്ദികേശനുണ്ട്. നന്ദികേശൻ്റെ ചെവിയിൽ നമ്മൾ ഏത് ആഗ്രഹം പറഞ്ഞ് സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഞങ്ങൾ 3 ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞൊരു ക്ഷേത്രം കൂടിയാണ് ഈ മലനട ക്ഷേത്രം. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യാനിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.